ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നല്ല ഗൈസ്. ഇന്നത്തെ ഫ്രെയിമിൽ ഞാൻ മാത്രമുള്ളൂ ഉണ്ടാവുക. അവിടെ ഫ്രെയിം നോക്കണ്ട കേട്ടോ, ബാക്ക്ഗ്രൗണ്ടൊന്നും കാര്യങ്ങളും നോക്കണ്ട, അത് അലക്കിയിട്ട ഡ്രസ്സാണ്. അപ്പം ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നത് ചോദിച്ചാൽ എൻ്റെ റൂമിലാണ്. എൻ്റെ റൂം അറിയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എടുത്തു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു, കുറേ പേര് മീൻസ് കുറച്ച് ആൾക്കാർ, എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ എല്ലാത്തവരൊക്കെ ചോദിച്ചിരുന്ന മറ്റേ റൂം ടൂർ ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് റൂം ടൂർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും ഇതിൻ്റെ റൂമും കാര്യങ്ങളൊക്കെ കാണിക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് റൂം കേട്ടോ. റൂം ഇതാണ് വരുന്നത്. ഇങ്ങനെ നേരെ വന്നു കഴിഞ്ഞാൽ ലൈക്ക് ചെല്ലുമ്പോഴത്തേനും വണ്ണാർക്കയാണ് കേട്ടോ. ഈ വണ്ണാർക്ക എന്ന് പറയുമ്പോൾ എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹോൾ ഉണ്ടാവും, ഒരു ബാത്റൂം ഉണ്ടാവും, ഒരു കിച്ചൺ ഉണ്ടാവും, ഒരു ടോയ്ലറ്റ് ലൈക്ക് ബാത്റൂം ഉണ്ടാവും. അത്ര തന്നെ ആകുള്ളൂ ഉണ്ടാവുക. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എനിക്കത് ധാരാളമാണ്. കാരണം ഇപ്പം ഞാൻ മാത്രമല്ല നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലല്ലോ. ഇപ്പോൾ എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാതാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു ഇതുകൊണ്ട് ചെയ്താൽ മതി. പിന്നെ രാത്രി വന്ന് ഉറങ്ങാൻ. പിന്നെ ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ അടുക്കള ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും റൂം കാണിക്കാം. ഇതാണ് അപ്പോൾ റൂം വന്ന് കഴിഞ്ഞാണ്ട് മാറ്റൊക്കെ ഇട്ടിട്ടുണ്ടോ. ഇതാണ് കട്ടിൽ വരുന്നത്. കട്ടിലും ബെഡും അതേപോലെ അവിടെ ഒരു വൈറ്റ് കർട്ടനും ഇട്ടിട്ടുണ്ട്. ടീപ്പോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മളെ പ്ലസ് ടു ഗ്യാങ് പറഞ്ഞാൽ ലൈഫ് ലോങ് ഇല്ല ഗ്യാങ്. ഓക്കെ, അപ്പോൾ ഇതാണ് റൂമിൻ്റെ ഈ ഒരു ഭാഗത്തെ ആംബിയൻസ് എന്ന് പറയുന്നത്. സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കളർ എന്ന് പറയുന്നത് റോസും അതേപോലെ ഒരു വൈറ്റ് കളറായിരുന്നു. എനിക്ക് ആ ഒരു കളർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനും എൻ്റെ ഒരു കുറച്ച് ഫ്രണ്ട്സും കൂടെ കയ്യിലുണ്ടാവുന്ന ഫ്രണ്ട്സ് കേട്ടോ, ലൈക്ക് അവരും കൂടെ പെയിൻ്റ് അടിച്ചിങ്ങാണ്ട് സെറ്റാക്കിയതാണ്. ഇതേപോലെ ആക്കിയതാണ്. ഒലീവ് ഗ്രീനും അതേപോലെ ഒരു ഓഫ് വൈറ്റും മിക്സ്ഡ് ആയിട്ടുള്ള തീം. അപ്പോൾ അതേപോലെ ഒരു വൈറ്റ് കർട്ടനും അവിടെ വാങ്ങിച്ചിട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പഴയ കമ്പിളിയാണ്. ഞാൻ ഒരു ഒലീവ് ഗ്രീന് കമ്പിളി ഓൺലൈനിൽ നിന്ന് ഓർഡർ ആക്കണം കരുതിയിരുന്നു. പക്ഷേ അതിൻ്റെ ഔട്ട് ഓഫ് സ്റ്റോക്കായി. നല്ലൊരു കമ്പിളി ഉണ്ടായിരുന്നു, പക്ഷേ അതിന് ഭയങ്കര ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് ഞാൻ ഓർഡർ ആക്കാമെന്ന് കരുതി. താൽക്കാലികം ഇപ്പോൾ ഇത് യൂസ് ചെയ്താൽ മതിയല്ലോ, വലിയ സീനൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു ബീജ് കളറ് ബെഡ്ഷീറ്റും ഉണ്ട്. അവിടെ ഒരു പില്ലോയും വന്നിട്ടുണ്ട്. ഒരു സ്ക്വയറിൻ്റെ പില്ലോയാണ്. സംഭവം എന്താ വെച്ചാൽ ഈ ബീൻ ബാഗിൻ്റെ കൂടെ കിട്ടിയത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത് ഓൾറെഡി കവർ ഉണ്ടായിരുന്നു. ആ കവർ അതുമ്മക്ക് ഇട്ടുങ്ങാണ്ട് ബെഡിൽ അങ്ങോട്ട് വെച്ചു. പിന്നെ അതേപോലെ ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ആക്കിയത് കേട്ടോ. ഒരു ഓഫറിൻ്റെ സമയത്ത് ഓർഡർ ആക്കിയത്. എത്ര 500 സംതിങ് എത്ര ഉള്ളൂ. 500 സംതിങ്ങിന് 2 കിട്ടി. അപ്പോൾ അങ്ങനെ ഒന്ന് ഫ്രണ്ടിനെടുത്തു, ഒന്ന് ഞാനെടുത്തു. ഓക്കെ, പിന്നെ അവിടുന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഏരിയ. ഓക്കെ, ഇത് ബീൻ ബാഗിന് ഗൈസ് ഒരു വൻ കോമഡി ഉണ്ട്. ഞാൻ ഈദിൻ്റെ സമയത്താണ് ബീൻ ബാഗ് ഓർഡർ ആക്കിയിരുന്നത്. ഈ സെയിം കളറ്, വാളിൻ്റെ സെയിം കളറാണ് ഞാൻ ബീൻ ബാഗ് ഓർഡർ ആക്കിയിരുന്നത്. അതിൽ ഞാൻ നാട്ടിൽ പോയിങ്ങാണ്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ബീൻ ബാഗ് വന്നു. അപ്പോൾ ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ ഇവിടെ സാധനം വന്നുങ്ങാണ്ട് ഇവിടെ എടുത്ത് വെച്ച്. അപ്പം ഞാൻ വന്നുങ്ങാണ്ട് ഞാനൊരു ഇതൊക്കെ കഴിഞ്ഞ് ഒരു 5-6 ദിവസം 7 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വന്നുങ്ങാണ്ട് ബീൻ ബാഗ് നോക്കിയപ്പോൾ വല്ല പച്ച കളറ്, വല്ല പുൽച്ചാടിൻ്റെ കളറ്. ഞാൻ അങ്ങോട്ട് ആകെ ഷോക്കായി, ഭയങ്കര ടെൻഷനായി. കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ച് വാങ്ങിച്ചുകൊണ്ടുള്ളൊരു സാധനം പാളി കഴിഞ്ഞപ്പോൾ എന്തോ പോലെ. അതിലെന്തോ കാട്ടി, റിട്ടേൺ അടിക്കാനും പറ്റൂല. 7 days മാത്രമുള്ളല്ലോ റിട്ടേൺ പോസിബിൾ ആവുക. അതിൽ പിന്നെ ഞാൻ എന്താട്ടി, എന്നപ്പോൾ താൽക്കാലിക ഇത് നിൽക്കട്ടെ എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി ഇങ്ങോട്ട് വെച്ചതാണ്. ഇപ്പോൾ ഈ ഒരു ബീൻ ബാഗ് കാരണം എൻ്റെ റൂമിൻ്റെ ഭംഗി അങ്ങോട്ട് ഫുള്ള് പോയി എന്നൊക്കെ പറയില്ല. ആ ഒരു സംഭവമാണ് കണ്ടോ. ആ ഒരു ബീൻ ബാഗ് ഇങ്ങോട്ട് ഹൈലൈറ്റ് നിന്ന് കാണിക്കുന്നുണ്ട് ബീൻ ബാഗ്. ഓക്കെ, അപ്പം അതാണ് സംഭവം. ഇതാണ് ബീൻ ബാഗിൻ്റെ ഏരിയ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. ഇതും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ആക്കിയതാണ്. ഇതെന്താ സംഭവം ചോദിച്ചാൽ എനിക്ക് മറ്റേ വീഡിയോസ് എഡിറ്റ് ആക്കാനും അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതാക്കിയതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ടേബിൾ ഓർഡർ ആക്കിയിട്ടുള്ളത്. അത്യാവശ്യത്തിന് നല്ല ടേബിളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. നല്ല സ്പേസും വീതിയും വലിപ്പമൊക്കെ ഉണ്ട്. ഒരു ലാപ്പ് വെക്കാനും പിന്നെ അതേപോലെ തന്നെ കുറച്ച് സംഭവങ്ങളും. പിന്നെ ഇതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പ്രൊമോഷൻ വീഡിയോ ഉണ്ടായിരുന്നു, ഒരു പീജിൻ്റെ ഡെസ്റ്റിനേഷൻ PG എന്ന് പറയും. അപ്പോൾ അവിടുത്തെ ആൾക്കാർ തന്നതാണ് ഈ മൈക്ക് ഗിഫ്റ്റായിട്ട്. ഞാൻ കാണിച്ചുതരേ. ഇതാണ് മൈക്ക് ഗിഫ്റ്റായിട്ട് അവർ തന്നതാണ്. DigiTechൻ്റെ ഒരു മൈക്കും പിന്നെ അതൊക്കെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതങ്ങനെ. അപ്പോൾ എല്ലാവരുടെ അടുത്തും താങ്ക് യു. മൈക്ക് ഗിഫ്റ്റായിട്ട് തന്നത് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷൂട്ടിങ് നടക്കുന്നതിൻ്റെ ഇടയിൽ അവർ കയ്യിൽ കൊടുത്തങ്ങാണ്ട് പറഞ്ഞു ഇത് നമ്മളൊരു സന്തോഷമാണെന്ന് പറഞ്ഞങ്ങാണ്ട് തന്നതാണ്. എന്തായാലും ഭയങ്കര സന്തോഷമായി.
താങ്ക് യു എല്ലാവർക്കും. ഓക്കെ, ആ ടീമിനെ എല്ലാവർക്കും അടിപൊളിയായിക്കണേ. പിന്നെ അതേപോലെ തന്നെ പിന്നെ നേരെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ റൂമിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇത് ഐഡൻറ്റി കാർഡ് ഇവിടെ തൂക്കിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഒരു റൂമിൻ്റെ അവസ്ഥ, ഹോൾ ഭാഗം. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു മാറ്റ് ഇട്ടിക്കണേ. ഇതാണ് നമ്മളെ ബാത്റൂം ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ഒരു വാഷ് ബേസ് വരുന്നുണ്ട്. ഇവിടെ ഒരു മിറർ ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് ഒഴിവാക്കിയിട്ടാണ്. ഇനി ഒരു പുതിയ മിറർ വാങ്ങിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ല അത്യാവശ്യത്തിന് കിട്ടിയ സമയത്ത് നല്ല ക്ലീനായിരുന്നു. ഇപ്പോഴും നല്ല ക്ലീനാക്കി കൊണ്ട് നടക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഇതാണ് നമ്മളെ മെയിൻ ഏരിയ, കിച്ചണ് ഞാൻ യൂസ് ആക്കുന്നില്ല. കിച്ചൺ ഇപ്പോൾ കുക്ക് ചെയ്യാനുള്ളൊരു ഒരു സമയം എനിക്ക് കിട്ടുന്നില്ല വർക്കാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്ത് കാട്ടി, ഞാൻ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ മാസം മെസ്സ് എടുത്തിങ്ങനും ഈ മാസം മെസ്സ് എടുക്കാനും സമയം കിട്ടിയിട്ടില്ല. കാരണം മെസ്സ് എടുത്തു കഴിഞ്ഞാലും ആ ടൈമിൽ പോയി ഇങ്ങോട്ട് ഫുഡ് കഴിക്കൽ എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. സോ ഞാൻ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കൽ. അപ്പോൾ അടുക്കള ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് കിടക്കണം. അപ്പോൾ ഞാൻ എന്ത് കാട്ടി, ഹോളിലായിരുന്നു ആ അലമാര ഉണ്ടായിരുന്നത്. അപ്പം ഞാനത് എന്ത് കാട്ടി, നമ്മളെ കിച്ചണിൻ്റെ ആ ഒരു മൂലൊക്കെ കൊണ്ടുവച്ചു. പിന്നെ അതേപോലെ കുടിക്കാനുള്ള വെള്ളവും കാര്യങ്ങളും, ലോണ്ട്രി ബാഗ്, പിന്നെ അതേപോലെ ഇത് കുറച്ച് മേക്കപ്പ് ഐറ്റംസ് എന്നല്ല, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ലിപ്സ്റ്റിക്ക്, പെർഫ്യൂം. പിന്നെ അവിടെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് ബാസ്ക്കറ്റ്, ചൂല്, പിന്നെ നിസ്കാരക്കുപ്പായം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് കിച്ചണിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഒന്നും കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു നല്ല അത്യാവശ്യത്തിന് 1 RKനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത്യാവശ്യത്തിന് നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സാധാരണ ഗൈസ് 1 RK ഇത്ര വലിപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ലൈക്ക് എനിക്കൊരു ലക്കിന് കിട്ടിയതാണ്. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് അശ്മീച്ച് എന്ന് പറയും, ചേച്ചീൻ്റെ സീനിയറാണ്. ഇപ്പോൾ ആചാര്യയിൽ 2nd ഇയർ കഴിഞ്ഞ് 3rd ഇയർ ആവണം. ഞാൻ 2nd ഇയർ ആയല്ലോ. അപ്പോൾ ചേച്ചി ഇവിടെ നിന്നിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കമ്പനി ആയതിനു ശേഷം ചേച്ചി എന്തായാലും റൂം മാറുകയാണെന്നുള്ളൊരു സാധനം വന്നു. അപ്പോൾ ഞാൻ എന്ത് കരുതി, ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നാൽ ഞാൻ ഈ റൂമിൽ എടുക്കട്ടെ എന്നുള്ളൊരു ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു എന്തായാലും എടുത്തോ, ഞാൻ ഇവിടുന്ന് മാറാൻ നിൽക്കുകയാണ് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും എടുത്തു. കാരണം എനിക്ക് ഫസ്റ്റ് കണ്ടപ്പോൾ ഈ റൂം നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ എൻ്റെ മൈൻഡിൽ കുറേ തോട്ട്സ് ഉണ്ടായിരുന്നു, റൂം അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നുള്ള സാധനമൊക്കെ. എന്നെക്കൊണ്ടൊരു അതിലൊരു 50% ചെയ്യാൻ പറ്റി. ഇനി ഒരു 50% കൂടി ചെയ്യാനുണ്ട്. റൂം ഒന്നും കൂടെ മേക്ക് ഓവർ ചെയ്തെടുക്കണം. കുറേ ഫ്രെയിംസ് കാര്യങ്ങൾ, ഹാങ്ങിങ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുപോലെ തന്നെ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഉണ്ട് കേട്ടോ. നല്ലൊരു വ്യൂ, അടിപൊളി വ്യൂ. ഇതിൻ്റെ റൂം വരുന്നത് കോളേജിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഇപ്പുറമായിട്ടാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യത്തിന് നടക്കാണ്ട് 1.5 കിലോമീറ്റർ. അപ്പോൾ ഇതാണ് വ്യൂ വരുന്നത് റൂമിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ. പിന്നെ അതേപോലെ തന്നെ അലക്കാല ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളും അല്ല, ബൾബ് ഓഫ് ആക്കിയിട്ടില്ല. കറണ്ട് ബില്ല് നല്ല കൂടി വരുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെയൊക്കെ. പിന്നെ ടോപ്പ് ഫ്ലോറാണ്, ബിൽഡിങ്ങിൻ്റെ താഴെ 4ാമത്തെ ഫ്ലോറിലാണ് ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെ ഇതാണ് റൂം. എൻ്റെ റൂം ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഒരു ഷീറ്റ് ഇട്ട് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം തെറിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ താഴെയുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഇപ്പം മാഷാഅല്ലാ അടിപൊളിയായിട്ട് പോകുന്നു. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും സെറ്റാണ്. പിന്നെ വേറെ എന്തൊക്കെയാ അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും. ഞാൻ റൂം ടൂർ ചെയ്യണമെന്ന് കരുതി നിന്നിരുന്നു. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മളെ റൂം ടൂറും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിലിപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ടില്ല. അപ്പം ഇൻഷാ അല്ലാഹ് വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സീനില്ല. അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ദൂരം നടക്കുമ്പോൾ കുറച്ച് ടാസ്കിലെ പരിപാടിയാണ്. സീനില്ല, എന്നാലും ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരിടത്തൊക്കെ വണ്ടി ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, റൂം ടൂറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി എനിക്ക് ചെന്നിട്ട് കുറച്ച് പരിപാടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചിങ്ങാണ്ട് വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പോൾ ഇനി എന്തായാലും ഗൈസ് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ എന്ന് പറയുന്നതിൻ്റെ മുന്നേ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.